അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴാണ് കാര്യങ്ങൾ കത്തിയത്. ഈ പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ട്യൂബ് ലൈറ്റ് ഉണ്ടാകാറുണ്ട്. ഈ ട്യൂബ് ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കിയാൽ കുറച്ചു നേരം ഇങ്ങനെ മിന്നി മിന്നി നിൽക്കും, അങ്ങോട്ട് കത്തില്ല. ട്രംപിന് ഇടക്ക് ഒന്ന് മിന്നും, പക്ഷെ അപ്പോഴത്തേക്ക് ട്രംപ് അത് മറക്കും, മറ്റെന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയാണ് ട്രംപ് പൊതുവെ. എന്തായാലും ഇപ്പോൾ ശരിക്കും കത്തി. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്താണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവരുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ ട്രംപിന് കത്തി. പൊട്ടിത്തെറിച്ചു ട്രംപ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ട്രംപ് അലറിയത്രേ. ലെബനോനിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, ബൈറൂത്തൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തിയപ്പോഴാണ് ട്രംപ് പൊട്ടിത്തെറിച്ചത്. അതിനൊരു കാരണമുണ്ട്. ഇന്നലെ ഇറാൻ ഇനി വരും ദിവസങ്ങളിൽ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല, ലബനോനിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ഇനി ചർച്ച വേണ്ട, എല്ലാം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനം ഇന്നലെ ഇറാൻ എടുത്തു. അതിനുശേഷമാണ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പൊട്ടിത്തെറിച്ചത്. ഉടൻ തന്നെ സൈന്യത്തെ പിന്നോട്ട് വിളിക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തെ പുറകോട്ട് വിളിച്ചു. തൽക്കാലം ലെബനോനിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇക്കാര്യം പറയുന്നത് ട്രംപ് തന്നെയാണ്. ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചു, പൊട്ടിത്തെറിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ ട്രംപുമായി വളരെ അടുത്ത ബന്ധമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ ഏറ്റവും അടുത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്, ട്രംപിന്റെ സ്റ്റാഫിലുള്ള ആളുകൾ, അവരാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞത്, നന്ദി കെട്ടവനെ. അങ്ങനെയാണത്രേ ട്രംപ് തുടങ്ങിയത്. നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു? ഞാനില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾ എന്ത് വിവരക്കേടാണ്, എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട് കാണിച്ചത് എന്നാണ് ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫോണിലൂടെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചോദിച്ചത്. അതിനുശേഷമാണ് ലെബനോനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുത്തത്. എന്തായാലും ഇസ്രായേലിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ലെബനോനിലേക്കുള്ള യുദ്ധം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. തീവ്ര വലതുപക്ഷത്തുള്ള ആളുകൾ ട്രംപിനോട് തൽക്കാലം ഗുഡ് ബൈ പറയേണ്ട സമയമായിരിക്കുന്നു എന്ന അഭിപ്രായം ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി പങ്കുവച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ട്രംപിന് ഇപ്പോഴാണ് കത്തിയത് എന്ന്. എന്തായാലും ഇവിടെ മറ്റു പല ആളുകൾക്കും നേരത്തെ തന്നെ കത്തിയിട്ടുണ്ട്. കയറി ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു എന്നുള്ളതാണ് ഫലസ്തീൻ ചെയ്ത ഒരു തെറ്റ്. അവിടെ കയറി ഇരിക്കുക മാത്രമല്ല, കയറി കിടന്നു. കയറി കിടന്നതിന് ശേഷം അപ്പുറത്ത് ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നിരുന്ന ഫലസ്തീനികളെ ചവിട്ടി പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതായത് കയറി ഇരിക്കാൻ സ്ഥലം കൊടുത്ത ഫലസ്തീനികളെ ചവിട്ടി പുറത്താക്കി ആദ്യത്തെ നന്ദികേട് കാണിച്ചത് ഫലസ്തീനികളോടാണ്. അതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരോട് ഇപ്പോഴും നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പഴയ വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രവാചകൻ ഈസാ നബിയെ, യേശുക്രിസ്തുവിനെ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ കുരിശുമരണം, യേശുക്രിസ്തുവിന് കുരിശുമരണം വിധിക്കുന്നതിനു വേണ്ടി ഇവിടെ ശ്രമം നടത്തിയതും അന്നത്തെ ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നും വെറുക്കപ്പെട്ട ഒരു വിഭാഗമാണിവർ. അത് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ട്രംപിന് ഇപ്പോഴാണ് കത്തിയത്. ഇതുവരെ നടന്ന സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ചരിത്രമൊന്നും ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് ട്രംപ് ഇവിടെ ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, അടുത്ത പണി അമേരിക്കക്കാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം സഹായിച്ചവരെയൊക്കെ ഇസ്രായേൽ അവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഇപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുകയാണ്, സഹായിച്ച ആളുകളോടൊക്കെ കലഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇതുവരെ സഹായിച്ചു കൊണ്ടിരുന്ന, ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുമായിട്ടായിരിക്കും ഇസ്രായേൽ കലഹിക്കാൻ പോകുന്നത് എന്നതാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന വിവരങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.